ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി കേസിനെ കുറിച്ചിട്ടാണ്. അതായത് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമായി. അപ്പോൾ ആദ്യത്തെ കുട്ടി ഇവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ കൊച്ചിന് 13 വയസ്സായി. പക്ഷെ പിന്നീട് ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചിട്ട് സാധ്യമാവുന്നുണ്ടായില്ല. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു, എന്നിട്ടൊന്നും അവർക്കൊരു ഫലം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇവർ എൻ്റെ ക്ലിനിക്കിൽ വരുന്നത് ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. ഇദ്ദേഹം ഒരു പ്രവാസിയാണ്. ഇദ്ദേഹം 4 മാസത്തെ ലീവിന് നാട്ടിൽ വന്ന സമയത്താണ് രണ്ടുപേരും കൂടി എൻ്റെ ക്ലിനിക്കിൽ വരുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ ടെസ്റ്റുകളെല്ലാം ചെയ്യിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് കൗണ്ട് ഓക്കെയാണ്, പക്ഷേ മോട്ടിലിറ്റി 0 ആണ്. അപ്പോൾ തന്നെ വൈഫിന് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഈ കഴിഞ്ഞ മാർച്ച് ഏകദേശം ഒരു മിഡിലായപ്പോൾ ഒരു കാർ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവായി. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ ഇദ്ദേഹത്തിന് മോട്ടിലിറ്റി കുറവായിരുന്നു, വൈഫിൻ്റെ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ഉണ്ടായിരുന്നു, എന്നിട്ടും ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു 3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ എല്ലാം അവരെ ഓക്കെ ആക്കി അവർക്കൊരു പോസിറ്റീവ് റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എഗ്ഗിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്പെർമിൻ്റെ ക്വാളിറ്റി കുറവ് കാരണം ഒരു കുഞ്ഞെന്ന സ്വപ്നം സാധ്യമാകാത്ത ഒത്തിരി പേര് നമുക്കിടയിലുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് എൻ്റെ ക്ലിനിക്കിലോട്ട് കോൺടാക്ട് ചെയ്യുക.